നമസ്കാരം. 9 മണി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷം. US വിമാനവാഹിനി കപ്പൽ യുദ്ധമേഖലയിലേക്ക്. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. കുവൈറ്റിലെ വ്യോമപാത വീണ്ടും തുറക്കും. വെന്തുരുകി കേരളം. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അങ്കണവാടികൾ ഒരാഴ്ച അടച്ചിടും. കൊടും ചൂടിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. താപനില 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. സ്കൂളുകൾക്കായി മാർഗനിർദ്ദേശങ്ങൾ. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ വീണ്ടും പാമ്പുകൾ. ഇതോടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5ആയി. കായംകുളം ചേരാവള്ളിയിൽ പാമ്പ് കടിയേറ്റ് 42കാരി മരിച്ചു. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഇന്നും പരിശോധന തുടരും. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച തെരച്ചിൽ. DNA പരിശോധനാ ഫലം നാളെ മുതൽ ലഭിക്കും. പൂര വിളംബരം നാളെ. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ വിവാദം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADGPക്ക് നിർദ്ദേശം. അന്തരീക്ഷം മേഘവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതെന്ന് കോസ്റ്റ് ഗാർഡ്. സുമതി വളവ് സിനിമാ വിവാദത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വാദങ്ങൾ തള്ളിയ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത്. അഭിലാഷ് പിള്ള പറയുന്നത് കള്ളം. അഭിലാഷ് പിള്ളയോട് കടം വാങ്ങിയിട്ടില്ല. ഇപ്പോഴുണ്ടായ സംഭവങ്ങളിൽ ഉണ്ണി മുകുന്ദന് പങ്കില്ലെന്നും മുരളി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടത് കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. സഞ്ജുവിന്റെ സെഞ്ചുറിയിൽ മുംബൈക്കെതിരെ ചെന്നൈക്ക് തകർപ്പൻ ജയം. മുംബൈയുടെ തോൽവി 103 റൺസിന്. ഇന്ന് ബാംഗ്ലൂർ ഗുജറാത്ത് പോരാട്ടം. വാർത്തകളിലേക്ക് വിശദമായി പോകാം. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷമാകാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ 3ാമത്തെ പടക്കപ്പൽ USS ജോർജ് W. ബുഷ് പശ്ചിമേഷ്യയിലെത്തി. ഇതോടെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. ഹോർമുസിൽ ഒരു ചരക്ക് കപ്പലിനെ IRGC സേനാംഗങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് US-ന്റെ ഈ നടപടി. അതേസമയം ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ തനിക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ശത്രുക്കൾക്ക് മുന്നിൽ സമയം കുറവാണെന്ന് വ്യക്തമാക്കി. I took the country out militarily in the first 4 weeks. I took it out militarily. Now all we're doing is sitting back and seeing what deal. And if they don't want to make a deal, then I'll finish it up militarily with the other 25% of the targets. We've hit 78% of the targets that we've wanted to hit. We've knocked out their manufacturing. We've knocked out their missile production. We've knocked out their drone production. We've knocked out everything. In some cases, when I say knocked it out, 70, 80, 90%. It's amazing what we've done. So I've done that within that period of time that I mentioned, but I don't want to rush myself, because every story says, oh, Trump is under time pressure. I'm not, no. You know who's under time pressure? They are. ഇതിനിടെ ഇസ്രയേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് ഉറപ്പു നൽകി. അജയ് സുധാവിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോഴിതാ ഹോർമുസിൽ US-ന്റെ യുദ്ധക്കപ്പലുകൾ 3 ആയിരിക്കുന്നു. തുടക്കത്തിൽ അത് 2 ആയിരുന്നു. ഇപ്പോൾ അത് 3 വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ US ഇങ്ങനെ വർദ്ധിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഇതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? അനുശ്രീ, ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ IRGCയുടെ സേനാംഗങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ നാഷണൽ ടെലിവിഷൻ തന്നെയാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടത്. ഇതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും പൂർണ്ണമായിട്ടും IRGCക്കും അതുപോലെ തന്നെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനുമാണ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. അപ്പോൾ ഈ കപ്പലിനെ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇത് വെറുതെ അങ്ങ് പിടിച്ചെടുക്കുക മാത്രം
മാത്രമായിരുന്നില്ല, ഇറാന്റെ ചെറു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സേനാംഗങ്ങൾ ഈ കപ്പൽ പിടിച്ചെടുത്തത്. അതും IRGCയുടെ സൈനികർ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ കപ്പലിലേക്ക് കയറിയതും അതുപോലെ തോക്ക് ചൂണ്ടി ഇവിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും. ഇതിന്റെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. ട്രംപ് ഇതിനു മുൻപേ അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ ഏതാണ്ട് 150ഓളം കപ്പലുകളെ തങ്ങൾ കടലിൽ മുക്കി എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് കപ്പലുകളൊന്നും വേണ്ട, ഇത്തരത്തിലുള്ള ചെറു ബോട്ടുകൾ മാത്രം മതി ഹോർമുസിന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ എന്നാണ്. മാത്രമല്ല ഇറാന്റെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് ഈ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും തങ്ങളുടേതായിട്ടുള്ള 34 ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് ക്രോസ് ചെയ്തതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അതിനേക്കാൾ കടുത്തതാണ്. ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. ഹോർമുസിൽ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അത് പൂർണ്ണ വിജയമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഒരു തന്ത്രമാണ് അമേരിക്കയുടെ ഈ പുതിയ യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. USS ജോർജ് W. ബുഷ് എന്ന് പറയുന്ന പുതിയ യുദ്ധക്കപ്പലാണ് നിലവിൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ 2 യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. USS ജെറാൾഡ് R. ഫോർഡ് എന്ന് പറയുന്ന കപ്പലുണ്ടായിരുന്നു. ഇത് ചെങ്കടലിലായിരുന്നു നിലവിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ആദ്യം തന്നെ പശ്ചിമേഷ്യയിൽ എത്തിയിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, ഇതും പശ്ചിമേഷ്യയിലുള്ള മറ്റ് പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്ക് 2നും പുറമെയാണ് 3ാമതൊരു യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിൽ എത്തിയത്. അപ്പോൾ ഇതുവഴി US-ന്റെ ഒരു സാന്നിധ്യം അത് കൂടുതൽ സജീവമാക്കുക, ഹോർമുസിന്റെ നിയന്ത്രണം അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുക, ഇങ്ങനെ ഒരു ലക്ഷ്യമാണ് തീർച്ചയായിട്ടും ട്രംപിനും അതുപോലെ തന്നെ US-ന്റെ അധികാരികൾക്കുമുള്ളത്. മാത്രമല്ല ഈ യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, നിരവധി വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ, ബോംബറുകൾ ഇവയെല്ലാം പശ്ചിമേഷ്യയിൽ ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല US-ന്റെ സെൻട്രൽ കമാൻഡ് അവർ നിരവധി പെട്രോളിംഗ് വീഡിയോകളും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇറാനിയൻ ബന്ധമുള്ള കണ്ടെയ്നർ ഷിപ്പുകൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹോർമുസിലെ സാന്നിധ്യം അത് US-ന്റെ കയ്യിലാണെന്ന് ലോകത്തെ അറിയിക്കുക. IRGC ഒരു വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്ന് അറിയിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് അമേരിക്ക ലോകത്തിനെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം തീർച്ചയായിട്ടും ഇപ്പോൾ പുതുതായിട്ടുള്ള ജോർജ് W. ബുഷ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ്. മാത്രമല്ല ട്രംപ് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള സീ മൈനുകൾ വിന്യസിക്കാൻ ശ്രമിച്ചാൽ അത്തരം ബോട്ടുകൾ കപ്പലുകളെയോ തകർത്ത് കളയണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സൈന്യത്തിന് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഹോർമുസിനെ സംബന്ധിച്ചുള്ള വടംവലികൾ അത് ഇറാനും അമേരിക്കയും തമ്മിൽ കുറച്ചുകൂടി രൂക്ഷമായിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അജയ്, അതുപോലെ തന്നെ ഈ ട്രംപ് പറയുന്നത് ഇറാന് മുന്നിലാണ് ഈ സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത്, ശത്രു രാജ്യത്തിനാണ് സമയമില്ലാത്തത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പരാമർശത്തിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇനി US-ന് മുന്നിൽ ഒന്നും നോക്കാനില്ല, അതിനി ഒരു യുദ്ധമാണെങ്കിൽ, കൂടുതൽ യുദ്ധത്തിലേക്ക് കടക്കാനാണെങ്കിൽ പോലും അതിന് US തയ്യാറാണെന്ന് കൂടി ട്രംപ് അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ കരാർ ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്, കരാറിനായുള്ള ചർച്ചകൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, ഈ കരാറിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒട്ടും തന്നെ അറിയിക്കാത്തൊരു നിലപാട് തന്നെയാണ്. അതായത് ഇപ്പോഴും US ഈ ഹോർമുസ് കടലിടുക്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഉപരോധം അതിൽ ഇറാൻ വളരെയധികം പ്രതിഷേധത്തിലാണ്. അതിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ട്രംപിൻ്റെതാണെങ്കിലും US അധികാരികളുടേതാണെങ്കിലും ഭീഷണിയുടെ ഭാഷ അത് ഇറാന് മുന്നിൽ ഇത്തരത്തിൽ നിരന്തരം വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടക്കില്ല എന്ന് തന്നെ ഇറാന്റെ അധികാരികൾ ഉറച്ചു പറയുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇപ്പോൾ നിലവിൽ ഈ ഉപരോധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരിക്കലും ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയപ്പോൾ പറഞ്ഞത് ഇറാന് മുന്നിൽ സമയം കുറവാണ്, ഇറാനാണ് എത്രയും വേഗം ഒരു ഡീലിലെത്താനായിട്ട് ഇപ്പോൾ വ്യഗ്രത കാണിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു. അതായത് ഈ US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ഡീലിലെത്താൻ വേണ്ടി ട്രംപിന് വലിയ രീതിയിലുള്ള പ്രഷർ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, അത് ശരിയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത്
തനിക്കിതിൽ യാതൊരുവിധ പ്രഷറുമില്ല, താൻ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ സമയവും തനിക്ക് മുന്നിലുണ്ട്, താനിപ്പോൾ വെറുതെ ഒരു കസേരയിലിരുന്ന് ഈ ഇറാൻ ഒരു കരാർ അല്ലെങ്കിൽ ഇറാൻ ഒരു ബെറ്റർ ഡീല് മുന്നോട്ട് വയ്ക്കാൻ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ US മുന്നിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് മുന്നിൽ, ഇറാന് മുന്നിൽ സമയം കുറവാണ്, അവർ എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണം എന്നതാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, ഇറാനിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് 78% അമേരിക്ക നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഇനി നശിപ്പിക്കാൻ കുറച്ച് മാത്രമേ അവരുടെ രാജ്യത്ത് ബാക്കിയുള്ളൂ. അതുപോലെ ഇനി ഇറാൻ ഒരു കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ US ഉടൻ തന്നെ അതായിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല അവരുടെ നേതാക്കളെയും വകവരുത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ഡീലിന് കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം ഇറാനിൽ അണുബോംബിടും എന്നുള്ള തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ട്രംപ് തള്ളിക്കളയുകയാണ്. ഇത്തരം റിപ്പോർട്ടുകൾ വരാനുണ്ടായ ഒരു കാരണം, മുൻപ് ട്രംപ് പുറത്തുവിട്ട ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറാനിലെ നാഗരികതയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണി ട്രംപ് മുൻപ് ഒരു പോസ്റ്റിൽ നടത്തിയിരുന്നു. അതുപോലെ ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള തരത്തിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭീഷണി, അതിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് മാധ്യമങ്ങൾ ട്രംപിനോട് തേടിയത്. പക്ഷേ ട്രംപ് പറഞ്ഞത് ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞു. പിന്നെ ട്രംപ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ നേതാക്കൾക്കിടയിലുള്ള ചില പടലപ്പിണക്കങ്ങളാണ്. അത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലുള്ള ചില നേതാക്കൾ നായയും അതുപോലെ പൂച്ചയും പോലെ പരസ്പരം കടിപിടി കൂടുകയാണ്. അവർക്കിടയിൽ ഇപ്പോൾ ട്രംപിന്റെ മറ്റൊരു പരാമർശം എന്ന് പറയുന്ന അജയ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും ഇറാനിൽ ഒരു സമാധാനം വരാത്തതിനുള്ള പ്രധാന കാരണം, അല്ലെങ്കിൽ ഈ സമാധാന കരാറിനായുള്ള ചർച്ചകൾ കൃത്യമായ രീതിയിൽ നടക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഈ തമ്മിലടിയാണ് എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ഇറാനിലെ നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാനാകുന്നില്ല. കാരണം ഈ ഹോർമുസ് കടലെടുക്ക് വിഷയത്തിൽ തന്നെയാണ് അതിലൊരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തത് എന്നാണ് തോന്നുന്നത്. കാര്യം ഈ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ആദ്യം നടത്തിയത് ഇറാന്റെ വിദേശകാര്യ വക്താവാണ്. എന്നാൽ അതിന് പിന്നാലെ ഇറാനിലുള്ള മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവാകട്ടെ, അവരൊന്നും യാതൊരു പ്രതികരണവും ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നില്ല. തുടർന്ന് 2-3 ദിവസങ്ങൾ തുടർച്ചയായിട്ടാണെങ്കിലും അവരുടെ ഒരു പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടില്ല, അവരുടെ അഭിമുഖങ്ങളൊന്നും തന്നെ കാണുന്നുമില്ലായിരുന്നു. പിന്നീടാണ്, അതായത് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ ഇവർ ഈ ഹോർമുസ് കടലെടുക്ക് അടച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു. അപ്പോൾ ഇതിനവർ വിശദീകരണം നൽകിയത് US ഹോർമുസ് കടലെടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധം തുടർന്നു വരികയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു നീതീകരിക്കാനാകില്ല, അതുകൊണ്ട് ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് ഇറാൻ നടത്തിയത്. അപ്പോൾ ഈ ഹോർമുസ് വിഷയത്തിൽ തന്നെയുള്ള ഒരു തർക്കം, ഇത് ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനെ തുടർന്നാണ് ഇറാനിലെ ഒരു മിതവാദികൾ ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ തീരുമാനിച്ചതെന്നാണ് പരക്കെയുള്ള ഒരു ആക്ഷേപം. അപ്പോൾ ഈ തീവ്ര നിലപാടുകാർ ഈ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കണമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതാണ് US ഉപരോധം ഒരു ന്യായീകരണമായി കാട്ടിക്കൊണ്ട് ഹോർമുസ് കടലെടുക്ക് അടച്ചതെന്നും ഒരു ആക്ഷേപമുണ്ടായിരുന്നു. ഈ ഒരു വിഷയം തന്നെയാണ് ട്രംപ് ഇപ്പോൾ നിലവിലെടുത്ത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം US ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് ആണെങ്കിലും ഇക്കാര്യം എടുത്ത് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇറാനിൽ ഇപ്പോൾ ഒരു തീവ്രവാദികളും മിതവാദികളുമുണ്ട്, അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതകൾ, സംഘർഷങ്ങൾ നിലവിലുണ്ട്. അത് തന്നെയാണ് ഇറാൻ ഒരു കരാറുമായി, ഒരു ഡീലുമായി മുന്നോട്ട് വരാതിരിക്കാനുള്ള കാരണം എന്ന് കരോലിൻ ലെവിറ്റ് പറഞ്ഞിരുന്നു. ട്രംപും അതേ കാര്യം ഇന്നെടുത്ത് സൂചിപ്പിക്കുകയായിരുന്നു. കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ട്രംപ് എടുത്ത് പറഞ്ഞു. അതായത് അവർ നായയും അതുപോലെ പൂച്ചയും പോലെ കടിപിടി കൂടുകയാണ്, അവരുടെ നേതാക്കൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായി, ഒരു പെർഫെക്റ്റ് ഡീൽ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വയ്ക്കട്ടെ, അതിനുശേഷം തങ്ങൾ തീരുമാനമെടുക്കാം എന്നാണ് ട്രംപ് ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നൽകുന്നുണ്ട്. അദ്ദേഹം X വഴിയാണ് ഇതിന് മറുപടിയായിട്ടൊരു പോസ്റ്റ് ഇട്ടത്. അതിൽ മസൂദ് പെസഷ്കിയാൻ പറയുന്നത്, ഇറാനിൽ തീവ്രവാദികളോ മിതവാദികളോ ഇല്ല, ഞങ്ങളെല്ലാവരും വിപ്ലവകാരികളാണ്, ഞങ്ങളെല്ലാവരും പരമോന്നത നേതാവിനെ അനുസരിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് നല്ലൊരു മറുപടി നൽകാൻ, ശത്രുക്കളെ ദുഃഖിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ദൈവം, ഇറാന് വിജയം എന്നും അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിൽ മറുപടി നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപ് നിലവിൽ ഇത്തരത്തിൽ ഇറാനിലുള്ള നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായി ഇതിൽ സ്ഥിരീകരിക്കാവുന്ന യാതൊരു റിപ്പോർട്ടുകളുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.
അജയ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുത്ത 2 ചരക്ക് കപ്പലുകളിൽ അതിൽ ഇന്ത്യക്കാരും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവരെ മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? നിലവിൽ ഈ കപ്പലുകൾ IRGCയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇത് ഈ ഒരു കപ്പലുകൾക്ക് അമേരിക്കൻ ബന്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ ബന്ധമാണ് നമുക്ക് നേരിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. ഈ 2 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് MSC ഫ്രാൻസിസ്കയാണ്, ഒന്ന് എപ്പാമിനോഡസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലാണ്. ഈ 2 കപ്പലുകളും ഇപ്പോഴും IRGCയുടെ പിടിയിൽ തന്നെയാണ്. അതിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടവിലാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് എന്തെങ്കിലും തരത്തിൽ ഇവരെ മോചിപ്പിക്കണമെന്നുള്ള തരത്തിൽ മറ്റ് നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. അണിയറയിൽ ചിലപ്പോൾ ചർച്ചകൾ ഉൾപ്പെടെ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മേഖലയിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവിക ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് എങ്ങനെയാണോ ഇന്ത്യൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിട്ടത്, അതുപോലെ തന്നെ തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ലബനനിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചയിലേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു മാധ്യമ പ്രവർത്തകയെ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലെബനൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു യുദ്ധമുഖമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയുള്ള ധാരണ പ്രകാരം ഈ വെടിനിർത്തൽ അവസാനിക്കാനിരുന്നത് ഞായറാഴ്ചയായിരുന്നു. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഹിസ്ബുള്ള വഴങ്ങാൻ പൂർണ്ണമായിട്ട് തയ്യാറായിരുന്നില്ല. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ ഭാഗമായിട്ടുള്ള ചില ബോംബിങ്ങുകൾ, ആക്രമണങ്ങൾ എല്ലാം തെക്കൻ ലെബനനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഹിസ്ബുള്ള കൂടുതൽ പ്രകോപിതരായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് തന്നെ ഇസ്രായേലിനോട് അവിടെയുള്ള ബോംബിംഗ് അവസാനിപ്പിക്കണമെന്ന് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഈ പ്രകോപനങ്ങൾ കാരണം ഹിസ്ബുള്ള കൂടുതലായിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ഇസ്രായേലിന് നേരെ തിരിച്ചാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെടിനിർത്തൽ പരാജയപ്പെടുകയും മേഖലയിൽ പിന്നീട് സംഘർഷം തുടരുകയും ചെയ്തത്. ഇന്നലെയായിരുന്നു ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷ മേഖലയിൽ നടന്നത്. 5 പേർ കൊല്ലപ്പെട്ടു. അതിലൊരു മാധ്യമപ്രവർത്തകയുണ്ടായിരുന്നു. അമാൽ ഖലീൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് കൊല്ലപ്പെട്ടത്. അൽ അഖ്ബാർ എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രതിനിധിയായിരുന്നു. ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറിന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ ഈ അറുതി വരുമോ എന്നറിയില്ല. എന്തായാലും 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇറാന്റെയും ഇസ്രായേലിന്റെയും അംബാസഡർമാർ ഇന്നലെ വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും JD വാൻസിന്റെയും മാർക്കോ റൂബിയോയുടെയും മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. എന്തായാലും ട്രംപ് ഇപ്പോൾ ലെബനന് മറ്റൊരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് ഈ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ട്രംപും ഇപ്പോൾ നിലവിൽ ഈ ലെബനെ സഹായിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. എന്നാൽ ഇതിന് സേനയെ വിന്യസിച്ച് നൽകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ സപ്പോർട്ട് നൽകുമോ, അത്തരത്തിൽ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് ഇപ്പോൾ പറയുമ്പോഴും ഇപ്പോഴും മേഖലയിൽ സംഘർഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തിയതായിട്ട് അവിടെ നിന്നുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ചർച്ചയുടെ ഭാഗത്ത് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത അംബാസഡർ ആണെങ്കിലും പറയുന്നത് ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെങ്കിലും ഈ വെടിനിർത്തൽ 100% പൂർണ്ണമാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലെബനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് മേൽ ലെബനൻ സർക്കാരിന് യാതൊരുവിധ കൺട്രോളുമില്ല. അപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ ഇതിന് മറ്റ് പ്രശ്നങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം വരുന്നത്. എന്തായാലും ലെബനൻ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിന് തന്നെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. മൂർച്ചയുള്ള കമ്പി കൊണ്ട് രാഹുലിന്റെ വാരിയെല്ലിനാണ് കുത്തേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്.
പിടിച്ചു കളയുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആണ് ആ ഒരു പയ്യന് ആ കുത്തു കൊണ്ടതായിട്ട് ഷർട്ട് ഊരിയപ്പോഴാണ് അത് വ്യക്തമായിട്ടൊരു ചെറിയൊരു ഹോൾ പോലെ ബ്ലഡ് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ. അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ട് നിന്നെങ്കിലും അവൻ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി തന്നെ ഇറങ്ങി വീഴ എടുക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ തന്നെയാണ് നിന്നത്. കുറേ നിന്നപ്പോഴാണ് അവന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി പോകുന്നത്. പക്ഷേ കുത്ത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമ്മളൊന്നും കണ്ടില്ല. ഞാനും വൈഫും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ആ വീഡിയോ ദൃശ്യത്തിൽ ഞങ്ങൾ ഇറങ്ങി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ എന്താണ് പ്രശ്നമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഈ പെണ്ണ് കേസാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. മരിച്ച പയ്യനെ അറിയാം, പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള പയ്യനെ വ്യക്തമായിട്ട് അറിയാവുന്ന പയ്യൻ തന്നെ. പിന്നെ മറ്റേ വേറൊരു പയ്യൻ വന്ന പയ്യനും അതിൻ്റെ കൂടെ വന്ന ആളിനെ അറിയാം. കോട്ടപ്പുറത്തുള്ള ഒരു പയ്യനായിരുന്നു. അവൻ്റെ ശേഷാറിന് എന്തോ ആണെന്ന് തോന്നുന്നു. അവർ അറിയാവുന്ന ആൾക്കാരെയാണ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ല, കുത്തിയായിരുന്നു വ്യക്തമല്ല. കുത്ത് കൊണ്ടത് മാത്രം ഒരു 10:40. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏറെ നേരം നീണ്ടുനിന്ന വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കും ഒക്കെ ഒടുവിലാണ് ഈ കുത്തുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വാക്കുതർക്കത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു? അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണല്ലോ. അതിലെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അനുശ്രീ, ഇപ്പോൾ പോലീസ് അന്വേഷണം തന്നെയാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു കാട്ടാക്കട ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ പറയുന്ന രാഹുലിനാണ് കുത്തേൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മൂന്നംഗ സംഘം ഇവിടെ നിന്ന് തർക്കമുണ്ടാകുന്നു. തർക്കത്തിനിടയിലായിരുന്നു ഈ രാഹുലിന് കുത്തേൽക്കുന്നതും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതും, ആശുപത്രിയിൽ നിന്ന് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതും തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പം മൃതദേഹം തിരുവനന്തപുരം മോർച്ചറിലാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഒരു ബൈക്ക് വിറ്റതുമായി ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. ബൈക്ക് ഇടപാടുമായുള്ള ഒരു തർക്കമാണ് അത്. ഈ വിറ്റയാൾ ഈ പറയുന്ന മരിച്ച ആളിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഫോൺ എടുക്കുന്നു. സഹോദരിയോട് മോശമായി സംസാരിച്ചു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ആക്രമണത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയിലേക്ക് പോലീസ് എത്തി. പ്രതി ഒരാൾ കസ്റ്റഡിയിലായും എന്നുള്ളൊരു സൂചനയുണ്ട്. കാട്ടാക്കട പോലീസാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. എന്താണ് ഇതിനുള്ള കാരണം, മറ്റു വിവരങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ആഴത്തിലേറ്റൊരു മുറിവായിരുന്നു, നെഞ്ചിന്റെ ഭാഗത്തുള്ള ആഴത്തിലേറ്റ ഒരു മുറിവായിരുന്നു രാഹുലിന്റെ മരണത്തിലേക്ക് തിരിച്ചതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺമോഹൻ, അതുപോലെ തന്നെ ഈ അക്രമി സംഘം ഇതിനു മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് അതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരിലേക്കാണ് കേന്ദ്രീകരിച്ച് പോലീസ് നിൽക്കുന്നത്. അതിൽ കാട്ടാക്കട സ്വദേശിയായ ഒരു പ്രധാന ഈ പറയുന്ന മരിച്ച രാഹുലുമായി ബന്ധമുള്ളൊരു യുവാവും കൂടിയാണെന്ന് മനസ്സിലാക്കി കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന ഇടപാടാണ് ഈ തർക്കത്തിൽ കാരണം. ഈ പറയുന്ന ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിലേക്കൊക്കെ വഴിതെളിച്ചത് എന്നുള്ളതൊക്കെ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ വ്യക്തമായ ഒരു സൂചന നമുക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അനുശ്രീ, ശരി. അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ വിവാദം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ പറത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്തായിരുന്നു ഈ സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറക്കാനുണ്ടായ യഥാർത്ഥ കാരണം? എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ?
അനുശ്രീ, ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിൽ വളരെ താഴ്ന്നു പറന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും സന്നിധാനത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതീവ സുരക്ഷാ മേഖലയാണ് സന്നിധാനവും പരിസരവും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ എത്തിയത് വലിയ ആശങ്കയ്ക്ക് കാരണമായി. ഹെലികോപ്റ്റർ എത്തിയ വിവരം പമ്പ പോലീസിനും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സന്നിധാനത്തുള്ള ജീവനക്കാർക്കും ഒരു പെട്ടെന്നൊരു ആശങ്കയുണ്ടായി. സൈനിക ഹെലികോപ്റ്ററാണ്, അത്തരത്തിൽ താഴ്ന്നു പറന്ന ഒരു സാഹചര്യം ഉണ്ടായി. സന്നിധാനത്തിന് മുകളിൽ തൊട്ടു മുകളിലൂടെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സൈനിക വിഭാഗത്തിന്റെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം അന്തരീക്ഷം മേഘാവൃതമായതുകൊണ്ട് തന്നെ ദിശ മാറി സഞ്ചരിച്ചതാണെന്നുള്ള കാര്യം കൂടി വിശദമാക്കുന്നു. ഒപ്പം റഡാർ സംവിധാനത്തിലല്ല ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്, മുൻപിലുള്ള കാഴ്ചകൾ കണ്ട് മാത്രമാണ് ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. അത്തരത്തിൽ അവിടെ എത്തിപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം യാതൊരു കാരണവശാലും സന്നിധാനം പോലെ ഒരു മേഖലയ്ക്ക് നമുക്കറിയാം വാഹനങ്ങൾ പോലും ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ്. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അത്തരത്തിൽ അനുമതിയില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് താഴ്ന്നു പറന്നത് പ്രദേശത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കെല്ലാം ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് സംബന്ധിച്ചൊരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുശ്രീ. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂപ്രണ്ട് ഇന്ന് DMOയ്ക്ക് കൈമാറിയേക്കും. കുട്ടി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് റിപ്പോർട്ട് കൈമാറുകയാണ്. കുടുംബം പ്രധാനമായി ആരോപിക്കുന്നത് ഈ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ച സമയത്ത് കൃത്യമായ ചികിത്സ നൽകിയില്ല, അതുപോലെ തന്നെ കുട്ടിയെ പാമ്പ് കടിച്ചതാണ് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ കുടുംബത്തോട് വ്യക്തമാക്കിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അനുശ്രീ, അഴൂരിൽ 8 വയസ്സുകാരനായ ദിക്ഷൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ കുട്ടിയെ ആദ്യം ചികിത്സയ്ക്ക് എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ആശുപത്രിയിലേക്ക് പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചിരുന്നു. കുട്ടി ആശുപത്രിയിൽ പാമ്പ് കടിയേറ്റ ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് കുടുംബം ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നത്. മാത്രമല്ല, കുട്ടി കാഴ്ച മങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും ഗൗരവമായി എടുത്തില്ല. ആശുപത്രിയുടെ റഫറൽ ലെറ്റർ നൽകിയത് പഴുതാരയാണോ പാമ്പാണോ കുട്ടിയെ കടിച്ചത് എന്നുള്ള സംശയമാണ് രേഖപ്പെടുത്തിയിരുന്നാണ് പറയുന്നത്. ഈ ആരോപണങ്ങളെല്ലാമാണ് ഈ പ്രതിഷേധക്കാരും ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രിയിൽ അതൊരു ആന്റിവനം പോലും ഇല്ല എന്നും രാത്രികാലങ്ങളിൽ സീനിയർ ഡോക്ടർമാരില്ല എന്നുമാണ് ഈ പ്രതിഷേധക്കാർ ഇന്നലെ ആരോപിച്ചത്. അത് മാത്രമല്ല, ഈ രാത്രി ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ നഴ്സ് മാത്രമാണ് പരിശോധന നടത്തിയതെന്നും ആശുപത്രിയിൽ എത്തുന്നവരോടുള്ള പൊതുവെയുള്ള സമീപനം ഇത്തരത്തിലാണ് എന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ പ്രതിഷേധം എന്തായാലും ശക്തമായതോടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് കൈമാറും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് കുട്ടിയുടെ കുടുംബം തന്നെയാണ്. എന്നാൽ സംഭവത്തിൽ ചികിത്സാ പിഴവില്ല എന്നും പാമ്പ് കടിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യാൻ കാരണമെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം ഇതുവരെയും വന്നിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ നാട്ടുകാരുടെയും ഈ വിവിധ സംഘടനകളുടെയും പ്രതിഷേധം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മാത്രമല്ല, ഈ ആശുപത്രി പിഴവ് മൂലമാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഒരു നിർധന കുടുംബമാണ്, ആ കുടുംബത്തെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുകൂടി ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അനുശ്രീ. ശരി, അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ചിറയൻകീഴിൽ സമാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത്. അവിടെ കായംകുളത്ത് പാമ്പ് കടിയേറ്റ് 42കാരി മരിച്ചതിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം. ചേരാവള്ളി വടക്കേ തോപ്പിൽ സെലീനയാണ് മരിച്ചത്. ആന്റിവെനം നൽകാത്തതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നുവെന്നും അതാണ് ആന്റിവെനം നൽകാതിരുന്നതിന് കാരണമെന്നുമാണ് കായംകുളം താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ ശ്രീപ്രസാദിന്റെ പ്രതികരണം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ചിറയൻകീഴിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, അതിന് സമാനമായ ഒരു സംഭവം ഇപ്പോഴത്തെ ആലപ്പുഴയിലും ഉണ്ടായിരിക്കുന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്താണ്?
ഇന്നലെ രാത്രിയാണ് ഒരു വിവാഹ സൽക്കാരത്തിനായി പോകുന്നതിനിടയിൽ ഒരു വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ ഈ സ്ത്രീക്ക് സെലീന എന്ന 42-കാരിക്ക് കടിയേറ്റത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിൽ അവിടെ നിരീക്ഷണത്തിലിരിക്കെയാണ് സെലീന ശുചിമുറിയിലേക്ക് പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാമ്പുകടി ഏറ്റതാണ് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ആന്റിവെനം നൽകാൻ ആന്റിവെനം നൽകിയില്ല എന്നുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇതായി പറയുന്നത് ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അവർ വ്യക്തമാക്കുന്നത് നേരത്തെ ആ കുട്ടി മരിച്ചതിന് സമാനമായ രീതിയിൽ ഇവിടെയും വിഷബാധ ഏറ്റതിന് ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു, പക്ഷെ അത് രക്തം പൊടിയുന്ന മുറിവല്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വലത് കാലിന്റെ കണങ്കാലിലാണ് ഒരു മുറിവ് ഉണ്ടായിരുന്നത്. ചോര പൊടിയുകയോ മറ്റ് നീരോ മറ്റ് ലക്ഷണങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പാമ്പ് കടിയേറ്റ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പേഷ്യന്റ് വലിയ ടെൻഷനിലായിരുന്നു. നിരീക്ഷണത്തിൽ വെച്ച് രക്തമടക്കമുള്ള പരിശോധനകൾക്ക് വേണ്ടി ഈ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള രക്തപരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ സാമ്പിൾ പരിശോധനയിലും വിഷബാധ ഏറ്റതായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പാമ്പ് കടിയേറ്റാണോ മരണമെന്ന് പറയാൻ കഴിയൂ എന്നുള്ളതാണ് കായംകുളം താലൂക്ക് ആശുപത്രി RMO ഇപ്പോൾ സി പ്രസാദ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടായിരുന്നു, ആന്റിവെനം ഇല്ല എന്ന് പറയുന്ന ആക്ഷേപം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോ ഈ ഭാഗത്ത്, അതായത് സെലീനയ്ക്ക് കടിയേറ്റ ആ പ്രദേശത്ത് ആളുകൾ തീയിട്ട് മറ്റ് പാമ്പ് ഉണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബം ആരോപിക്കുന്നത് പാമ്പുകടി തന്നെയാണ് ഏറ്റതിന് ശേഷം ആന്റിവെനം നൽകാൻ വൈകിയതാണ് ശുചിമുറിയിലേക്ക് പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 7:30 ഈ സെലീനയ്ക്ക് പാമ്പുകടി കായംകുളത്ത് വെച്ചേറ്റത്. ശരണ, ഇപ്പോഴീ കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ നടപടികളിലേക്ക് അധികൃതർ കടക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരം നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളൂ? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുക. കാരണം ശുചിമുറിയിലേക്ക് പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. പിന്നെ ആ പാമ്പിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ആ കടിയേറ്റ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഏത് പാമ്പാണ് കടിച്ചത്, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ അപ്പോൾ കടിച്ചതിന്റെ ഒരു കടിയേറ്റ് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ കടിച്ചതിന്റെ ലക്ഷണങ്ങൾ ആ മുറിവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. മറ്റ് കടിയേറ്റതിന്റെ വിഷബാധയേറ്റ ഭാഗത്തുണ്ടാവേണ്ട ലക്ഷണങ്ങൾ, നീരോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ രക്തപരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളതും അത്തരത്തിൽ വിഷബാധ ഏറ്റിട്ടില്ല എന്നുള്ള റിസൾട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രി RMO വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് വ്യക്തമാക്കാൻ കഴിയൂ. അത് എന്തുകൊണ്ടാണ് മരണകാരണം എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ പാമ്പുകടിയേറ്റാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കുട്ടിയുടെ മരണത്തിന് സമാനമായ രീതിയിൽ ഇവിടെയും ടെസ്റ്റുകളിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് കൂടുതൽ ഗുരുതരമാണ്. കാരണം പാമ്പ് ഇപ്പോ സെലീനയുടെ കേസിൽ അവിടെ പാമ്പിനെ കണ്ടെത്തിയിട്ടില്ല. നേരത്തെ ഒരു പാമ്പിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അത് പഴയ ഒരു കുറച്ചു ദിവസം മുമ്പ് കൊന്ന ഒരു പാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇന്നലെ ഈ സ്പോട്ടിൽ നിന്ന് ഉണ്ടായ തെരച്ചിലൊന്നും തന്നെ ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ തെരച്ചിലൊന്നും തന്നെ അവിടെ പാമ്പിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോ ലക്ഷണങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കേസിനകത്ത് വിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷെ കുടുംബം പറയുന്നത് പാമ്പുകടിയേറ്റാണ് മരിച്ചിട്ടുള്ളത്, അത് അണലി തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആന്റിവെനം നൽകുന്നത് വൈകി, അതായത് രക്തപരിശോധന കഴിഞ്ഞ് അവിടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ശുചിമുറിയിലേക്ക് പോകുമ്പോഴാണ് സെലീന കുഴിഞ്ഞു വീണ് മരിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. റെഫർ ചെയ്തിരുന്നുവെങ്കിലും ഇവര് റിസൾട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പോകാമെന്നുള്ള നിലപാടെടുത്തു എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയം ഈ യുവതി മരണപ്പെട്ടിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ കുട്ടിയുടേതുപോലെ തന്നെ സമാനമായ രീതിയിൽ യുവതി മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ടെസ്റ്റുകളിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതും ഗൗരവകരമാണ്.
ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5 വീട്ടിലെ ശുചിമുറിയുടെ തറ പൊളിച്ച് പരിശോധിക്കുകയാണ് ഇപ്പോൾ. TV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ആൽജോയുടെ മരണത്തിന് പിന്നാലെ തന്നെ ആ വീടിന് ചുറ്റും തീയിട്ട് മറ്റ് പാമ്പുകളുടെ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ എല്ലാ രീതികളും പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. എന്നിട്ടും ഇപ്പോഴും പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുന്നു ആ വീട്ടിൽ. എന്താണിപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്? എന്താണ് അവിടെ ഇനിയും പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണോ അവർ ചൂണ്ടിക്കാണിക്കുന്നത്? അനുശ്രീ, കോടശ്ശേരി മലയുടെ അടുത്താണ് ഇവരുടെ വീട്. ആൽജോയും അനോഷും 2 പേരൊക്കെയാണ് അന്ന് പാമ്പ് കടിയേറ്റത്. അതിൽ ആൽജോ മരിച്ചു. അനോഷ് ഇപ്പോൾ അപകടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ സർപ്പ സംഘം തന്നെ അവിടെ എത്തി വിശദമായ പരിശോധന നടത്തുന്നത്. ആ വീടിന്റെ തറയ്ക്ക് അടിയിൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അവിടെയെല്ലാം പൊളിച്ച് പരിശോധിക്കുന്ന നടപടികളൊക്കെയാണ് പുരോഗമിക്കുന്ന. ശുചിമുറിയുടെയും അതേപോലെ തറയും പുറത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന പൈപ്പൊക്കെ പൊളിച്ചുകൊണ്ടാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഈ പാമ്പ് മുട്ട വിരിഞ്ഞിറങ്ങിയതിന്റെ ഒരു സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം പാമ്പുകൾ എന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ പരിസരത്തും സാധാരണഗതിയിൽ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും തറക്കടിയിലും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്തും, അതായത് ചൂട് കുറവുള്ള ഇടങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആ മേഖലകളൊക്കെ പൊളിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് സർപ്പ സംഘത്തിന്റെ ഈ ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും വലിയ ജാഗ്രത ഈ ഒരു ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന മുൻകരുതലിൽ വേണമെന്ന നിർദ്ദേശം അധികൃതർ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകൾ നീളും ഈ കോടശ്ശേരി മലയുടെ ചുവട്ടിലുള്ള ഈ ഒരു കോടാലിയിലെ വീട്ടിലെ പരിശോധനകൾ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ നിന്ന് ചൂട് കൂടുമ്പോൾ തണൽ തേടിയും അതേപോലെ ചൂട് കുറവുള്ള സ്ഥലം തേടിയും പാമ്പുകൾ വരാനുള്ളൊരു സാധ്യത ഈ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ കരുതുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. കൂടുതൽ ഇടങ്ങൾ പൊളിച്ച് പരിശോധിച്ച് പാമ്പുകളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. എന്താണെങ്കിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തൃശൂർ കുതിരാൻ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതി. നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. പാളഞ്ചേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ പാമ്പുകളെ കുതിരാൻ ക്ഷേത്ര പരിസരത്ത് തുറന്നുവിടുന്നുവെന്നാണ് ആക്ഷേപം. ഇന്നലെ പാമ്പുകളുമായി എത്തിയ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. വനാതിർത്തി പങ്കിടുന്ന പാളഞ്ചേരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പാമ്പുകളെ തുറന്നുവിടുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ശൌചാലയത്തിൽ വെച്ച് 2.5 വയസ്സുകാരന് പാമ്പ് കടിയേറ്റിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ചൂട് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനിയും ചൂട് വർദ്ധിക്കാനാണോ സാധ്യത? മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ആശ്വാസമാകുന്നില്ലല്ലോ ഇപ്പോൾ. സംസ്ഥാനത്ത് ഉയർന്ന താപനില തന്നെയാണ് ഇന്നും നാളെയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകുന്നത്. ഇതിന് പുറമെ അൾട്രാ വയലറ്റ് രശ്മികളുടെ ഇൻഡെക്സും അതും കൂടുതലുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകളിലും അൾട്രാ വയലറ്റ് സൂചിക വളരെ ഉയർന്ന നിലയിലാണ്. ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ചൂട് 4 മുതൽ 5 ഡിഗ്രി വരെ പലയിടങ്ങളിലും ഈ ജില്ലകളിലൊക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. UV ഇൻഡെക്സ് തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് തന്നെ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് ശക്തമായ 5 മുകളിലുള്ള UV ഇൻഡെക്സ് ആണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തി ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകളിലും രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ചൂടിന്റെ കണക്കും ചൂടിന്റെ തോതും ആ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യത നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 41 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട്, കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ സീസണിലെ ഏറ്റവും അധികം ചൂട് 41 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും നാളെയും ഒക്കെ പാലക്കാട് അതേ നിലയിൽ താപനില കൂടുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഏതായാലും സ്വയം ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് സ്വയം പ്രഖ്യാപിത ലോക്ക്ഡൌണുമായി ജനങ്ങൾ വീട്ടിലിരിക്കണം. രാവിലെ 3 മുതൽ 11 വരെയെങ്കിലും കഴിയുന്ന അത്രയും ആളുകൾ വീട്ടിലിരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. പുറം ജോലികൾ അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന ഒരു നിർദ്ദേശം കൂടി സർക്കാർ നൽകുന്നു. പക്ഷേ പ്രായോഗികമായ ഒരു നിർദ്ദേശം അതിനെ കാണാൻ കഴിയില്ല. കാരണം പലയിടങ്ങളിലും ഈ സമയത്തൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നിരവധിയുള്ള നാടാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രായോഗികമല്ല. കഴിഞ്ഞ ദിവസം ഒരു മരണം കണ്ണൂരിൽ ഉണ്ടായിരുന്നു. അങ്കണവാടികളടക്കം അടച്ചിടാനുള്ള നിർദ്ദേശം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സ്കൂൾ പരീക്ഷ സമയമല്ല, അതുകൊണ്ട് തന്നെ ക്ലാസുകൾ, വെക്കേഷൻ ക്ലാസ് ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കടുത്ത ചൂട് മനുഷ്യരെ മാത്രമല്ല വന്യമൃഗങ്ങളെയും വലയ്ക്കുകയാണിപ്പോൾ. വനത്തിനുള്ളിലെ പല സ്രോതസ്സുകളും വറ്റിയതോടെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കൊല്ലത്ത് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾ വൻ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ചൂട് അതികഠിനമായതോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലെ തോടുകൾ വറ്റിവരണ്ടു. ആന, കാട്ടുപോത്ത്, പന്നി, കേഴമാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന വനത്തിന് നടുവിലൂടെയുള്ള തോടാണ് പൂർണ്ണമായും വറ്റിവരണ്ടത്. കറവൂർ വനമേഖലയിലെ വനത്തിനുള്ളിലൂടെയുള്ള തോടാണ് വറ്റിയത്. ഉൾവനത്തിൽ കുടിവെള്ളം കിട്ടാതായതോടെ പിറവന്തൂർ, പത്തനാപുരം, തെന്മല ഗ്രാമപഞ്ചായത്തുകളിലെ കറവൂർ, ചാലിയക്കര, പത്തുപറ, മുള്ളുമല, ചെരിപ്പിട്ടക്കാവ് വനമേഖലകളിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുകയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതിനാൽ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. മലയോര മേഖലയിലുള്ള ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിച്ചിരുന്നതും ഈ ചെറു തോടുകളെയായിരുന്നു. ന്യൂസ് 18 പുനലൂർ. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തമുണ്ടായിടത്ത് നിന്ന് വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും പരിശോധനയും തുടരുകയാണിപ്പോൾ. സ്ഥലത്ത് പോലീസിന്റെ കെടാവർ നായയെയും ഉപയോഗിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ വീണ്ടും ശരീരാവശിഷ്ടം ലഭിച്ചിരിക്കുന്നു. അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്, അതോ DNA പരിശോധന നടത്തേണ്ടതുണ്ടോ? അനുശ്രീ, ഇപ്പോൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ തന്നെ വളരെ ദിവസം പഴക്കമുള്ളതും അതുപോലെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധന കൂടാതെ ഇതൊന്നും തന്നെ ആരുടേതാണെന്ന് കണ്ടെത്താനാകില്ല. ഇന്ന് രാവിലെയും മുണ്ടത്തിക്കോട് പരിശോധനകൾ തുടങ്ങിയിരുന്നു. അവിടെ പരിശോധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്, ഒരു ശരീരാവശിഷ്ടം ഈ അപകടം നടന്നതിൻ്റെ
കിലോമീറ്ററുകൾക്കപ്പുറത്ത് പ്രധാന റോഡിനടുത്തു നിന്നൊക്കെ കണ്ടെത്തിയെന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ സ്ഫോടനം നടന്ന ഇടത്തിന് ചുറ്റും പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ ഒരുപക്ഷെ തെരുവ് പട്ടികളൊക്കെ കടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അതീവ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇടങ്ങളിൽ പരിശോധന നടത്തി സാധിക്കുന്നത്ര ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി മാറ്റുക, അത് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്ന വലിയ ഒരു ദൗത്യമാണ്, വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ അധികൃതർക്ക് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന രാവിലെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നലെ പരിശോധന നടത്തിയ ഇടത്തേക്കാൾ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഒരു പരിശോധന നടത്തുവാനാണ് ഇന്നത്തെ നീക്കമുള്ളത്. വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണുന്നു. രണ്ട് തരത്തിലാണ്. ഒന്ന്, അവിടെ ഈ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്തി അത് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക, അത് അവർക്ക് യാത്രയപ്പ് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു സൗകര്യമൊരുക്കുക. ഒന്ന് അതാണ്. രണ്ടാമതായിട്ട് ഈ പരിസരവാസികൾക്ക് അവരുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണി, ഈ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ നായകളും മറ്റും കൊണ്ട് ഇടുന്നൊരു തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയായിട്ട് മാറും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണും. എന്നീ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ വ്യാപകമാക്കുന്നതിനും ശക്തമാക്കുന്നതിനും പിന്നിലുള്ളത്. എന്നാണെങ്കിലും ഇന്നലത്തെ അതേപോലെ തന്നെയാണ് ഇന്നും തെരച്ചിലും മറ്റും അവിടെ പുരോഗമിക്കുന്നത്. ശരി. അതേസമയം ആർഭാടങ്ങൾ ഒഴിവാക്കി പൂരം നടത്താൻ ദേവസ്വങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയാകും പൂരം. നാളെയാണ് പൂര വിളംബരം. അനുമോദ് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, പൂര വിളംബരം നാളെയാണ് നടക്കുക. പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ, ചടങ്ങിനായുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ? അവിടെ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു പൂരമാണല്ലോ ഇത്തവണ ഉള്ളത്. തീർച്ചയായും വെടിക്കെട്ടും കുടമാറ്റവും ആണ് ഇത്തവണ ഒഴിവാക്കിയത്. കുടമാറ്റം 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെടിക്കെട്ട് പൂർണ്ണമായും 2 ദിവസങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ അതേ ക്രമത്തിൽ തന്നെയാകും നടക്കുക. അതായത് ചെറുപൂരങ്ങളുടെ വടക്കുനാഥനിലേക്കുള്ള വരവ്, അതേപോലെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളത്ത്, മഠത്തിലെ വരവും ഇഴഞ്ഞിത്തരമേളവും ഒക്കെ മുൻ നിശ്ചയിച്ച പോലെ തന്നെയാകും നടക്കുക. അതുപോലെ ഇത്തവണ ഒഴിവാക്കിയത് വളരെ ആഘോഷമായി നടത്താറുള്ള ചമയപ്രദർശനവും ഇത്തവണ ഉണ്ടാകില്ല. അതെല്ലാം പേരിന് മാത്രമായിട്ടായിരിക്കും നടത്തുക. പൂർണ്ണമായിട്ടും ഈ ഒരു പൂരം അത് ആചാരങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവേകപരമായ തീരുമാനം എടുക്കേണ്ടി വരികയായിരുന്നു എന്നാണ് തിരുവമ്പാടി ദേവസ്വം ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഈ വെടിക്കെട്ട് കാണാൻ ഒക്കെയുള്ള ആളുകളുടെ വരവും എണ്ണമൊക്കെ ഇത്തവണ കുറയുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും അല്പസമയത്തിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന കൊക്കർണിപ്പറമ്പിൽ ആനകളുടെ പരിശോധന നടപടികളാണ് ആരംഭിക്കുക. കാരണം നാളെ രാവിലെ പൂര വിളംബരം ചെയ്യാനുള്ള ആനകൾ നെയ്തലക്കാവിൽ എഴുന്നള്ളിക്കേണ്ടതാണ്. അത് എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവമ്മയുടെ ഇടമ്പേറ്റി തെക്കേ നട തുറക്കുന്നത്. ആ ചടങ്ങുകൾക്കുള്ള ആനകളുടെ പരിശോധന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അത്തരം നടപടികൾക്ക് തുടക്കമാകും. അതുപോലെ 10 മണിക്ക് ശേഷം ആ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനവും ആരംഭിക്കും. എല്ലാം ആചാരങ്ങളുടെ പേരിൽ വലിയ വർണ്ണാഭമായിട്ടുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കാതെ ആണ് ഇത്തവണ നടത്തുന്നത് എന്നാണ് ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും വെടിക്കെട്ട് പൂർണ്ണമായും കുടമാറ്റം ഭാഗികമായിട്ടും ഇല്ലാത്ത ഒരു തൃശ്ശൂർ പൂരമാകും ഇത്തവണത്തേത്. ശരി. സി വി അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you. Let alone catch you. And grow your audience's insights. Because stocks may go up or down, but knowledge is invaluable. Go. Assemble the A-team.
കളിക്കളം റെഡി. സുമതി വളവ് സിനിമാ വിവാദത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വാദങ്ങൾ തള്ളി നിർമ്മാതാവ് മുരളി കുന്നംപുറത്ത്. അഭിലാഷ് പിള്ള കള്ളം പറയുകയാണെന്ന് മുരളി കുന്നംപുറത്ത് ന്യൂസ് 18 പ്രതികരിച്ചു. അഭിലാഷ് പിള്ളയോട് കടം വാങ്ങിയിട്ടില്ല, വീടും കാറും വിറ്റ് കടങ്ങൾ വീട്ടും. ഇപ്പോഴുണ്ടായ സംഭവങ്ങളിൽ ഉണ്ണി മുകുന്ദന് പങ്കില്ലെന്നും മുരളി പറഞ്ഞു. അഭിലാഷ് പിള്ള വാർത്ത പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ. ആ കേട്ട കാര്യം ഞാൻ ക്ലാരിറ്റി തരാം. ഒന്ന്, ഉണ്ണി മൂന്നനാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. ഒരിക്കലും ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ചേട്ടാ ജയസൂര്യൻ എന്നെ വിളിച്ചിരുന്നു, അതുപോലെ ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ഇത് കേട്ടുന്ന സംഭവം നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തരാം, പടം ചെയ്യൂ, സത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഉണ്ണി മൂന്നനൊക്കെ വെറുതെ ഇതിൽ വിളിച്ചേക്കണ്ട. ഉണ്ണി മൂന്നനെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. അത് പറഞ്ഞത് അത് അഭിലാഷ് പിള്ള പോലും ഒരു സമയത്ത് എന്നോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞില്ലേ 3 കോടി എനിക്ക് ഇതിന് മുന്നേ കിട്ടിയെന്ന്, സിനിമ ഷൂട്ടിങ്ങിന് മുന്നേ, അതൊന്നും തെളിയിക്കണം. 1 കോടി രൂപ കിട്ടിയിരുന്നു പ്രോഡ് പിക്ചേഴ്സിന് എടുക്കുന്നത്. അതൊക്കെ വിഷ്ണു വഴി, സിൻസിയറിൻ്റെ കമ്പനി വഴി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അവർക്ക് 6 ലക്ഷം സംതിങ് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടിൻ്റെ നല്ല ആൾക്കാരാണ് അവർ. സിൻസിയർ, ശ്യാം, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. 1 കോടി കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. 3 കോടി കിട്ടിയെന്നത് അഭിലാഷ് പിള്ള. അതെങ്ങനെയാണ് അഭിലാഷ് പിള്ള എന്നോട് പറയുന്നത്? പിന്നെ അച്ഛന് സുഖ സമയത്ത് എനിക്ക് 3 ലക്ഷം അയച്ചു എന്ന് പറഞ്ഞു. ഞാൻ നവംബർ 21 അയച്ചു കൊടുത്ത പൈസയാണ് എനിക്ക് തിരിച്ചത്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വഴി തന്ന 3 ലക്ഷം വഴി ആ പേഴ്സണൽ അക്കൗണ്ട് 3 ലക്ഷം തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 20/11/2024 അഭിലാഷിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട് SIBL സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ലിമിറ്റഡ് അക്കൗണ്ടിൽ 3 ലക്ഷം അയച്ചു കൊടുത്തു. ആ പൈസയാണ് അഭിലാഷൊക്കെ തിരിച്ചു തന്നത്. അതായത് അച്ഛൻ സുഖാന്തമാർക്ക് കടന്നെന്ന് പറഞ്ഞിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നത്. അല്ലാണ്ട് അഭിലാഷ് പിള്ള എനിക്ക് പൈസ ഒന്നും കടന്നില്ല. 15 കോടി ബിസിനസ് ഈ സിനിമയ്ക്ക് നടത്തിയെടുക്കും. ഈ സിനിമയുടെ ബിസിനസ് നടത്തിയെടുക്കും. എന്ത് സിനിമ നഷ്ടമാണ്. 22 കോടി 54 ലക്ഷം രൂപ ജീവിതത്തിൽ GST. ഈ കണക്ക് എവിടെയാണ് ഞാൻ കാണിക്കേണ്ടത്? അവർ ചാർട്ടേഡ് അക്കൗണ്ട് വിളിച്ചോ, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നോ? എവിടെയാണ് കണക്ക് കാണിക്കേണ്ടത്? ഞാൻ കണക്ക് കാണിക്കാൻ ചെയ്യാം. പിന്നെ ഇന്നലെ നിങ്ങൾ എൻ്റെ കഴുത്തിലുള്ള ഒരു മാല ഉണ്ടായിരുന്നു. സത്യം ജീവിക്കാൻ പൈസയില്ല. ഇന്നിപ്പം അത് പണയം വെച്ചു. പണയം വെച്ച ലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡ്രൈവർ രോഹിത്ത് കൊണ്ടുപോയിട്ട് പണയം വെച്ച റെസീറ്റാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാനിവിടെ അനുഭവിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അവരെ തേജാവധം ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്, എൻ്റെ സിറ്റുവേഷൻ. അല്ലാണ്ട് എനിക്ക് അഭിലാഷ് പിള്ളേനെ ഇതിപ്പോൾ ഞാൻ പറയണ്ട. അവർക്ക് ഒരു മൈൻഡും ഇല്ല. അവരെ സ്വന്തം കാര്യം, അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുണ്ട്. ഈ പൈസ നഷ്ടം ഞാൻ എവിടുന്ന് സഹിക്കും? ഇവിടുന്ന് എങ്ങനെ ഉണ്ടാക്കും? നിങ്ങൾ പറ. ആദ്യമേ 22 കോടി അറിയാൻ ഞാൻ ഈ പരിപാടിക്ക് കാര്യം നിൽക്കുക. ആദ്യം ഒരു 6 കോടി 7 കോടി പടം പറഞ്ഞു. 6 കോടി എന്ന് പറഞ്ഞിട്ട് 5.5 കോടി ഒരു പടം തീർക്കുക. കുഞ്ചാക്കോവൻ ആണ് നായകൻ. ഇവർ കുഞ്ചാക്കോവൻ്റെ കുറേ നടന്നു. കുഞ്ചാക്കോവൻ കഥ പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് അത് അർജുന അശോകൻ്റെ സുമതി ഒളിവ് ചെയ്യാൻ പറഞ്ഞു. സുമതികളുടെ കഥ കേട്ട് 1 ലൈൻ എടുത്ത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡായി. അപ്പോൾ നമുക്ക് 7 കോടി 7.5 കോടി തീർക്കാൻ പറഞ്ഞു. പിന്നെ ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ളൂ എന്നിട്ട് 13 കോടിക്ക്. പിന്നെ ഒരു ഗിരീഷ് ഏട്ടൻ വന്നിട്ട് 12 കോടി ചെയ്യാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും കയ്യിൽ നിന്ന് പോയി. 84 ദിവസം ഷൂട്ട് ചെയ്ത പടം, 84 ഡേയ്സ് ഷൂട്ട് ചെയ്ത്. ബാഹുബലി പോലെ 84 ഡേയ്സ്. പിന്നെ മ്യൂസിക് 24 60 ലക്ഷം കിട്ടിയത് പറഞ്ഞ് 3 കോടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എനിക്ക് മുന്നേ കിട്ടിയത് തെളിയിക്കേണ്ടതുണ്ട്. 1 കോടി 5 പൈസ കിട്ടുക. ബാക്കിയൊക്കെ ഷൂട്ടിംഗ് സമയത്താണ് കിട്ടുന്നത്. അതൊക്കെ അങ്ങനത്തെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് കിട്ടാൻ കാരണം രഞ്ജിൻ രാജ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ കഴിവുകൊണ്ടെന്ന്. അല്ലാണ്ട് അഭിലാഷ് പിള്ളേൻ്റെ എൻ്റെയോ ആരും കഴിവുകൊണ്ടല്ല. അത് പാട്ട് കേട്ടിട്ട് മ്യൂസിക് 24 സമീർ വന്ന് പാട്ടൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. അതാ മ്യൂസിക് ഡയറക്ടർ കഴിവാണ്, എൻ്റെ അല്ല. പക്ഷേ അത് ആർക്ക്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. സത്യമായി അന്ന് ആത്മഹത്യ തീരുമാനിച്ചു തന്നെയാണ്. അന്ന് ഞാൻ പിന്നെ ഇവരെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ എങ്ങനെയും ഇപ്പോഴും എനിക്ക് ധൈര്യം കിട്ടി. കുറേ ആൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ ഡോക്ടറെ കണ്ടു, മാനസികമായിട്ട് ട്രീറ്റ്മെൻറ്റ് കുറച്ച് ധൈര്യം കിട്ടി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരായ സൈബർ ഭീഷണിയിൽ കേസ്. സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. 8 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെയാണ് കേസ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ് ശശിധരന്റെ പരാതിയിലാണ് കേസെടുത്തത്. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.